പറയാം. മൗലൂദിൻ്റെത് പറയണ്ട, കാരണം ബഹുമാനപ്പെട്ട കുറ്റ്യാടി സഖാവി ഇവിടെ ഉണ്ട്, അയാൾ ഒരിക്കൽ പെട്ടതാ. പോട്ടെ, ഞാൻ പറഞ്ഞത് ഞാൻ രാജിവെക്കാന്ന് പറഞ്ഞു. അവരോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ ഖുർആനിൽ നിന്ന് ഒരു ആയത്ത് ഓതിയാൽ ഈ പ്രസ്ഥാനം വിട്ടുപോരാന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ ഉസ്താദ് കണക്കിലെടുക്കും. എന്റെ ചോദ്യം ഖുർആനാണ്. എന്റെ ചോദ്യം ഖുർആനിൽ ഒരു ആയത്ത് ഓതണം. ഞാൻ എന്റെ പ്രസ്ഥാനം വിടാ എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് എന്താ, നൂറുകണക്കിന് തെളിവ് ഞാൻ പറയും. അപ്പൊ നിങ്ങൾ ചോദിച്ചത് ഏതാ? അപ്പൊ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ഞങ്ങൾക്കത് ബോധപൂർവമാണ് ഇതൊക്കെ കേൾക്കുന്നത്, ഉത്തരം പറയണത്. നിങ്ങൾ ആവട്ടെ. അപ്പൊ ഞാൻ പറയുന്നത് ഈ അതിന് തെളിവുണ്ടോ? അതിന് ഞാൻ തെളിവ് പറയാം. നമ്മളെ വിഷയം അതല്ല. ഈ ഇന്ദതൊഴുഹും എന്ന ആയത്ത് നിങ്ങളിത് മുശ്രിക്കാണ്, ഇങ്ങനെ ചെയ്യുന്നവൻ കാഫിറാണ്, തൗഹീദിന് വിരുദ്ധരാണ് എന്ന് പറഞ്ഞല്ലോ. അത് തെളിയിക്കുന്ന ആയത്താണ് ഇപ്പൊ നിങ്ങൾ ഇന്ദതൊഴുഹും ഓതിയത്. ഈ ആയത്തിൽ ഇത് ഉണ്ട് എന്നാ നിങ്ങൾ പറഞ്ഞത്, ഇല്ലാതാ നിങ്ങൾ പറഞ്ഞത്? അത് നിങ്ങളൊന്ന് തീരുമാനിക്കാം. അത് ഉണ്ട് അതൊന്ന് സ്ഥാപിച്ചട്ടി, ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയും. എന്നിട്ട് ഞാൻ രണ്ടാമത്തെ തെളിവ് പറയും. മറ്റത് കുറെ നിങ്ങൾ പറയാം. ഈ ആൾക്കാർ കുറെ മൂല്യം എന്തിട്ടാ പോലെ ഉണ്ടാവും, കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, എന്നിട്ട് പിന്നെ കുറെ ചോദ്യം ചോദിച്ചു പോയി എന്നല്ലാതെ തീരുമാനമായില്ല എന്ന് പറയും. അപ്പൊ അതൊരു തീരുമാനം ആവണമെങ്കിൽ എല്ലാവർക്കും റെഡിയാണ്. അതൊന്ന് പറയും. ഇന്ദതൊഴുഹും എന്ന ആയത്തിൽ ഇത് ഉണ്ട് എന്നാ പറഞ്ഞത്, ഇല്ല എന്നാ പറഞ്ഞത്? ഉണ്ട് എന്നാണോ? എന്നാ പിന്നെ ഏത് മുഫസ്സിർ പറഞ്ഞു? അതുകൂടി പറഞ്ഞാൽ വിഷയം തീർന്നു. ഇല്ല എന്നാണോ? ഞാൻ ആ വിഷയം വിട്ടു. പിന്നെ എനിക്കിങ്ങനെ അതിനെപ്പറ്റി പറയലിന്റെ പ്രതിപാദനത്തിലില്ല. ഞാൻ അടുത്ത വിഷയത്തേക്ക് കടക്കും. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇൻ തദ്ഹൂഹും, അല്ലാഹു അല്ലാത്തവർ ആരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നോ, പ്രാർത്ഥിക്കുന്ന നിലക്ക് സഹായം ചോദിക്കുന്നോ, അത് അല്ലാഹു അല്ലാത്ത ആരെയും അതിന് പേര് പറയേണ്ട ഉസ്താദേ. ആദം നബി അലൈഹി സ്വലാം മുതൽ ഖിയാമത്ത് നാൾ വരെ ജനിക്കുന്ന ഏത് കുട്ടിയായാലും ഒരു മനുഷ്യനെ വിളിക്കാൻ പാടില്ല. വിളിച്ചാൽ ചെറുക്കാണ്, അവന് കാറാണ്, മുസ്ലിക്കാണ് എന്ന് നിങ്ങൾ പറയുക. നിങ്ങളെ വാക്ക് ഖുർആനിൽ തെളിവല്ല, ഇസ്ലാം തെളിവല്ല. നിങ്ങളെ ഭാര്യമാരോട്, നിങ്ങളുടെ മുജാഹിദിനെ നിങ്ങൾ അംഗീകരിക്കുന്ന അനുയായികളോട്, ഓരോടൊക്കെ പറയാൻ പറ്റുള്ളൂ, ഞങ്ങളോട് പറയാൻ പറ്റൂല. എന്തുകൊണ്ട്? നിങ്ങൾ ഓതി അതേ ഖുർആന്റെ വ്യാഖ്യാനം ഞാൻ ലോക പ്രശസ്ത, ലോകത്താദ്യം രചിക്കപ്പെട്ട തഫ്സീറാണ് തഫ്സീർ ഇബ്നു ജരീർ തൊബരിയുടെ ജാമിഉൽ ബയാൻ 10/404 ഇതിന്റെ പേജും വാള്യവും. ഇതിൽ നിന്ന് ഉദ്ധരിച്ച് ഞാൻ പറഞ്ഞു, ആ പറഞ്ഞത് അത് മുഹയ്യിദ്ദീൻ ശൈഖോ റസൂലിനെയോ അവർ ഇലാഹാണെന്നോ ദൈവമാണെന്നോ കരുതിക്കൊണ്ട് വിളിക്കുന്നതിനെ കുറിച്ചല്ല. പിന്നെയോ അല്ലാഹുവിനെയും വിട്ട് നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങളെ കുറിച്ചാണ് ആയത്തിലുള്ളത് എന്ന് എന്റെ വക പറഞ്ഞതല്ലോ. ഞാൻ തഫ്സീർ എടുത്തതാ ഉദ്ധരിക്കണേ. നിങ്ങൾ പോക്കറ്റിൽ നിന്ന് എടുത്ത് പറയാണ്. അത് ഏതെങ്കിലും ഖുർആൻ വ്യാഖ്യാതാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞോളി. നിങ്ങൾ പറയാം ആദം നബി മുതലുള്ള ഉസ്താദേ ഉസ്താദേ ഉസ്താദേ, ആദം നബി മുതൽ മരിച്ചവർ, അതോടൊന്ന് രണ്ട് ഉസ്താദ് വിളിച്ചോണ്ട് വിഷയം തീരുമാനമാവില്ലല്ലോ. അത് തഫ്സീർ എവിടെ, രേഖ എവിടെ, പ്രമാണം എവിടെ? നിങ്ങളെ പോക്കറ്റിൽ നിന്നെടുത്ത് ഞങ്ങൾക്ക് ആവശ്യമില്ല, അത് അവിടെ തന്നെ വെക്കുക. വേറെ യാതൊരു ചികിത്സയില്ല. ഉസ്താദ് വളരെ വ്യക്തമായി മലയാളത്തിൽ ഈ ജനങ്ങൾക്ക് മുഴുവൻ മനസ്സിലാകുന്ന നിലക്കാണ് ഞാൻ പറഞ്ഞത്. അത് അല്ലാഹു അല്ലാത്തവരെ വിളിക്കുന്നതിനെ പറ്റിയാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു അല്ലെന്നാണ് ഉസ്താദിന്റെ വാദം. ഉസ്താദ് ഒരു ആയത്തോതട്ടെ, കറാമത്ത് കൊണ്ട് ചോദിക്കാൻ, മുഅ്ജിസത്ത് കൊണ്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു ആയത്ത് ഇങ്ങനെ ചോദിച്ചോളി അല്ലാഹു അല്ലാത്തവരോട് എന്നുള്ള ഒരായത്തോതട്ടെ എന്ന് ഞാൻ പറഞ്ഞിട്ട് ഒരായത്തോതുമ്പല്ലേ ഞാൻ പറഞ്ഞത് പൊട്ടുക അല്ല. പൊട്ടണമെങ്കിൽ ഈ ആയത്തിന്റെ നിങ്ങൾ പറഞ്ഞത് പൊട്ടണമെങ്കിൽ ഇത്ര മതി. ഈ ആയത്ത് നിങ്ങൾ പറഞ്ഞതല്ല എന്ന് തെളിയിക്കാൻ ഈ ആയത്തിന്റെ തഫ്സീർ ഞാൻ ഉദ്ധരിച്ചത് തന്നെ യഥേഷ്ടം മതി. കണ്ണും കാതുള്ള മലയാളം തിരിയുന്ന എല്ലാവർക്കും ഇത് തിരിയും. നിങ്ങൾ ആ പറഞ്ഞ ആയത്തിന്റെ അർത്ഥം അങ്ങനെയല്ല എന്ന് നിങ്ങളും ഞാനും ജനിക്കുന്നതിന്റെ നൂറ്റാണ്ട് മുമ്പ് 1100 വർഷം മുമ്പ് എഴുതപ്പെട്ട ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തിൽ പറയുന്നു ഇത് മഹാത്മാക്കൾ ഇസ്തിഗാഥ സഹായം ചോദിക്കുന്നതിനെ കുറിച്ചല്ലേ. പിന്നെയോ ഈ പറയുന്നത് അള്ളാഹു അല്ലാത്ത ദൈവങ്ങൾക്ക് ആരാധിക്കുന്നതിനെ കുറിച്ചാണ്. ഇത് മതി നിങ്ങൾ പറഞ്ഞ് ശരിയല്ല എന്ന് തെളിയിക്കാൻ. മറ്റത് രണ്ടാം ചോദ്യമാണ്, അത് നിങ്ങൾ വേറെ ചോദിച്ചോളി. അപ്പൊ ഇത് ഈ പറഞ്ഞ ആയത്തിൽ, നിങ്ങൾ ഓതിയ ആയത്തിൽ, ഇന്ദതൊഴുഹും എന്ന് പറഞ്ഞ ആ ആയത്തിൽ അമ്പിയാക്കളോട് ഔലിയാക്കളോട് സഹായം ചോദിക്കാൻ പാടില്ല, ബദരീങ്ങളെ, നബിയേ, അതുപോലെ മുഹയ്യിദ്ദീൻ ശൈഖ് എന്ന് വിളിക്കാൻ പാടില്ല എന്ന് ഒരൊറ്റയാളും പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ അതല്ലേ തെളിയിക്കേണ്ടത്. അത് ഇവിടെ തെളിയിക്കാൻ നിങ്ങൾ കഴിഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങൾ വീണ്ടും ആ പഠിച്ചു വെച്ച
ആഫീസിന് തരുന്ന ചീട്ടുണ്ടല്ലോ, അത് നമ്മളെ മുമ്പിൽ പറയണ്ട. അത് മുജാഹിദ് കുട്ടികളുടെ മുമ്പിൽ പോയി ക്ലാസ് എടുത്താൽ മതി. അവനാന്റെ വീട്ടിൽ പോയി ക്ലാസ് എടുക്കാം. അതിനൊന്നും ആരും എതിർപ്പ് പറയില്ല. മുസ്ലിമീങ്ങളോടും വിവരമുള്ളവരോടും അത് പറയാൻ പറ്റൂല. അപ്പൊ നിങ്ങൾ പറഞ്ഞത് ശരിയല്ല എന്ന് സ്ഥാപിക്കാൻ ആ ഖുർആൻ ആയത്തിന്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ ഒരു ഗ്രന്ഥം ഞാൻ ഉദ്ധരിച്ചു. വേറെയും ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. എല്ലാ ഗ്രന്ഥങ്ങളിലും ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു അല്ലാത്ത ദൈവങ്ങൾ, ജീവനുള്ളതോ ജീവനില്ലാത്തതോ ആയ ദൈവങ്ങൾക്ക് വിളിക്കുന്നതിനെ കുറിച്ചാണ്. സുന്നികളോ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാത്ത വേറെ ഒറ്റൊരു ഇലാഹേ ഇല്ല, ഒരു ദൈവമേ ഇല്ല, അല്ലാഹു മാത്രമാണ് ഇലാഹു എന്ന് ഉറക്കെ ഉറക്കെ വിളിച്ചു പറയുകയും അത് മജ്ജയിലും മാംസത്തിലും അലിഞ്ഞു ചേരുകയും ചെയ്ത പ്രസ്ഥാനമാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രസ്ഥാനം. അതുകൊണ്ട് ഈ ആയത്ത് സുന്നികൾ നടത്തുന്ന ഇസ്തിഗാസയ്ക്ക് എതിരാണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്കെന്നല്ല ലോകത്തുള്ള ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല. ഇത് നിങ്ങൾ രണ്ടാളൊന്ന് പറഞ്ഞിട്ട് വേണം അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാൻ. മയക്ക കൊടുക്ക്. അതിന്റെ ഇടയ്ക്ക് നിങ്ങളൊരു കാര്യം പറഞ്ഞു. എന്താണ് നമ്മൾ മൗലിദിന്റെ വിഷയത്തിൽ പെട്ടത് ആരാന്ന് റഷീദ് സക്കാഫിക്ക് അറിയാം. എന്താ വിഷയം എന്ന് എനിക്ക് അറിഞ്ഞിട്ടില്ല. എനിക്ക് മനസ്സിലാക്കണം, മൂപ്പർക്കും മനസ്സിലായിട്ടില്ല. അത് നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് വിശദീകരിക്കണം. അത് ഞാൻ പിന്നീട് പറഞ്ഞാൽ മതി. ഇന്ത്യയിൽ ആയത്ത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. അത് പറയും. ആ ആയത്തിനെ പറ്റി നമുക്കൊരു തീരുമാനം എടുത്തിട്ടാക്കാം ബാക്കി. ഇന്ദദ്ഹു എന്നുള്ളയോ പറഞ്ഞപ്പം ഉസ്താദ് എന്താ പറഞ്ഞ, അത് ഞങ്ങൾക്ക് ബാധകമല്ല, ഞങ്ങൾ ഷഹാദത്ത് കലിമ ചൊല്ലിയല്ല, അത് ഷഹാദത്ത് കലിമ അല്ലാത്ത മക്കാ മുശ്രിക്കുകൾക്ക് ബാധകമെന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടുവല്ലേ ഉസ്താദ് ചെയ്തത്. അന്നേരം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ബാധകമാണ്, അല്ലെങ്കിൽ അങ്ങനെ തെളിവുണ്ടെങ്കിൽ നിങ്ങളൊരു ആയത്തോതി ഞാൻ പ്രസ്ഥാനം വിട്ടിങ്ങളോട് പോരാ എന്ന് വരെ ഞാൻ പറഞ്ഞത് എന്തിനാ? എല്ലാത്തിനും മറുപടി പറഞ്ഞിട്ടാണ്. തദ്ഹുവും അള്ളാഹു അല്ലാത്ത ആരെ വിളിച്ചാലും ഓ മുശ്രിക്കാണ്, ഓന് രക്ഷയില്ല എന്ന് തന്നെ ഞാൻ പറയുന്നത്. അല്ലെന്ന് സ്ഥാപിക്കണ്ടെങ്കിൽ ഒരായത്ത് ഓതുമ്പോൾ നിങ്ങളെ ഓതിയ ആയത്തിൽ അങ്ങനെ വേണ്ടേ? സ്ഥാപിക്കേണ്ടതുള്ളൂ. ആ ഓതിയ ആയത്തിൽ അങ്ങനെ വേണ്ടേ? നിങ്ങൾ പറയാം ഖുൽ ഹുവല്ലാഹു അഹദ്, എന്നിട്ട് ഞാൻ പറയാ ഇയാൾ മുശ്രിക്കാണ് എന്നാണ് ആയത്തിൽ പറഞ്ഞിട്ടുള്ളത് പറഞ്ഞാൽ എന്താ വേറെ വല്ല സ്ഥലത്തല്ലേ ചികിത്സിക്കേണ്ടത്? ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് ഞാൻ ഓതും, എന്നിട്ട് പറയാം ഇയാൾ കാഫിറാണെന്നാണ് അതിന്റെ അർത്ഥം. അല്ല, അത് എവിടെ പറഞ്ഞിട്ടുള്ളത്? അപ്പൊ മൂപ്പർ ചോദിക്കുക, അല്ല ഞാൻ പറയാ അല്ല ഇത് ഏതെങ്കിലും ഒരു ആയത്തുകൾ സ്ഥാപിക്കി. എന്താ ഈ പറഞ്ഞത്? ഇതൊക്കെ ആരോടാ പറയണത്? ഖുൽ ഹുവല്ലാഹു അഹദ് ഞാൻ പറഞ്ഞിട്ട് ഇയാൾ കാഫിറാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാണോ? എന്ത് പൊട്ടപ്പോയത്തങ്ങൾ പറഞ്ഞത്? ആയത്തിൽ എന്തോ അർത്ഥം മുഫസ്സിറുകൾ പറഞ്ഞതിന് വിശദീകരിക്കണം. ആ ആയത്തിൽ അങ്ങനെ ഉണ്ടോ? ഉണ്ടെങ്കിലല്ലേ ഞാൻ അതിന് മറുപടി പറയേണ്ടതുള്ളൂ. ഇല്ലാത്ത ആയത്തിന് മറുപടി പറയേണ്ടതുണ്ടോ? നിങ്ങൾ ഈ കഥ ഇല്ലാതെ ചോദിക്കരുത്. അതെ, ഞാൻ വളരെ വ്യക്തമായിട്ടാ പറയുന്നത്. നിങ്ങൾക്ക് തോന്നും, നിങ്ങൾ വളരെ വ്യക്തമായിട്ടാ ചോദിക്കുന്നത്. നിങ്ങൾക്ക് തോന്നും ഈ ജനങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്. ആരും പ്രാർത്ഥന, അള്ളാഹു അല്ലാത്ത ആരും പ്രാർത്ഥന കേൾക്കില്ല എന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു. കേൾക്കുമെന്ന് സ്ഥാപിക്കേണ്ടത് ഉസ്താദിന്റെ ബാധ്യതയാണ്. അതല്ല, നിങ്ങൾ വ്യക്തമാക്കി പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നിങ്ങളെ ഈ ആയത്തിൽ അങ്ങനെ ഇല്ല. നിങ്ങൾ ഈ ആയത്ത് ഓതിയിട്ടാണല്ലോ പറഞ്ഞത്. ഇന്നല്ലേ സൂറത്തുൽ ഫാത്തിറിലെ 14-ാമത്തെ ആയത്ത് ഓതിയിട്ടാണല്ലോ നിങ്ങൾ പറഞ്ഞത്. ഈ ആയത്തിൽ അങ്ങനെ വേണ്ടേ? എന്നാലല്ലേ ഞങ്ങൾക്ക് സ്ഥാപിക്കേണ്ടതുള്ളൂ. ഈ ആയത്തിൽ നിങ്ങളാ പറഞ്ഞ കളവാണ്. ഈ ആയത്തിൽ അങ്ങനെ ഒരു അർത്ഥമില്ല. പിന്നെ നിങ്ങൾ വേറെ കേൾക്കൂലേ? അത് നിങ്ങൾ വേറെ ചോദിച്ചോളി. ഞാൻ ബുഖാരി മുസ്ലിം ഉദ്ദേശിച്ച് മറുപടി പറയും. പക്ഷെ ഇപ്പൊ പ്രശ്നം അതല്ല. നിങ്ങൾ ഒരു ആയത്ത് ഓതി, എന്നിട്ട് ആ ആയത്ത് ഓതിയിട്ട് തനിച്ച ദുർവ്യാഖ്യാനം ഖുർആന്റെ പേരിൽ കളവ് നിങ്ങൾ പറഞ്ഞു. അത് ഞാൻ അംഗീകരിക്കൂല, ഞങ്ങൾ അംഗീകരിക്കൂല. അത് ശരിയല്ല. ഈ ജനങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം, പഠിക്കണം. എന്നിട്ട് നിങ്ങൾ അടുത്ത് ചോദിച്ചോളി. ഞാൻ ഇഷ്ടംപോലെ പറയും. അള്ളാഹു ആണ് സത്യം, ഞാൻ പറഞ്ഞത് സത്യമാണ്, ഒരു കളവും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് അത് കളവ് പറയുന്നവർക്ക് ചില ആളുകൾക്ക് തോന്നും ഞാൻ പറഞ്ഞത് കളവല്ല, സത്യമാണ്. കളവ് പറയാൻ അള്ളാഹിനെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് മാത്രം കളവ് കളവാകാതിരിക്കുവോ? ഞാൻ പറയാണ് അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ഇത് മനുഷ്യരാകുന്നു എന്ന് പറഞ്ഞാൽ ഇത് മരമല്ല, മനുഷ്യരാകുന്നു പറഞ്ഞാൽ അള്ളാഹിനെ പിടിച്ചാ പറഞ്ഞത് എന്നതുകൊണ്ട് ഇത് കളവാകാതിരിക്കൂലല്ലോ. ഞാൻ പറഞ്ഞ കളവല്ലേ എന്നതുപോലെ നിങ്ങൾ പറഞ്ഞ ശുദ്ധ കളവാണ്. വല്ലാഹി വല്ലാഹി സുമ്മ വല്ലാഹി, ഈ ആയത്തിൽ അങ്ങനെ ഒരു അർത്ഥം ഒരാളും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആ പറഞ്ഞത് ശുദ്ധ കളവാണ്, പച്ച മലയാളത്തിലുള്ള കളവാണ്. അള്ളാഹുവിന്റെ ഖുർആനിനെ പറ്റി നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ആയത്ത് ഓതിയിട്ട് ഖുർആൻ പണ്ഡിതരുടെ അർത്ഥം പറഞ്ഞു. അള്ളാഹു അല്ലാത്ത ദൈവങ്ങൾക്ക് ആരാധന അർപ്പിക്കുന്നതിനെ കുറിച്ചാണ് ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. മുഹയ്യിദ്ദീൻ ശൈഖിനെ വിളിക്കാൻ പാടില്ലെന്നോ റസൂലുള്ളാഹിനെ വിളിക്കാൻ പാടില്ലെന്നോ ഈ ആയത്തിന്റെ തഫ്സീറിൽ ഒരാളും പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ഥാപിക്കി. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാ. എന്നിട്ട് വല്ലാഹി വല്ലാഹി തന്നാല് ആ കാലൊക്കെ പേടിച്ചു. മുജാഹിദിന്റെ വല്ലാഹി, അപ്പൊ എല്ലാവർക്കും അതിന് വിശ്വാസം പൊഴിഞ്ഞിരിക്കണം. പഴയ കാലത്തൊക്കെ അള്ളാഹിനെ പഠിച്ച് സത്യം ചെയ്യുമ്പോൾ മോമിനുകൾ വിളിച്ച് സത്യം ചെയ്യുമ്പോൾ അതിലൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു. ഇപ്പൊ മുജാഹിദുകൾ വിളിച്ച് സത്യം ചെയ്യുമ്പോൾ അതിൽ ആർക്കും ഒരു ബേജാറും ഇല്ല. അത് കളവാന്ന് നേരത്തെ അറിയാം. കാരണം മുജാഹിദ് പ്രസ്ഥാനം തന്നെ കളവ് പറയൽ മത്സരം നടന്ന പ്രസ്ഥാനമാണല്ലോ, നിങ്ങൾക്കും അറിയാലോ അത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിലൊന്നും ആർക്കും വിശ്വാസമില്ല. ഞാൻ അത്രേ പറഞ്ഞുള്ളൂ. വേറെ ജനങ്ങളെ വട്ടം കറക്കരുത്. ഇത് ഈ ആയത്തിന്റെ തഫ്സീറിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ട് അറിയാം, ഇല്ലെങ്കിൽ ഇല്ലാതെ നിങ്ങൾക്ക് ബേജാറില്ല. അടുത്ത ചോദ്യം ചോദിക്കാം.
നിങ്ങൾ ഇങ്ങനെ നുണ പറഞ്ഞിട്ട് കാര്യമില്ല. ഏത് തഫ്സീർ പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞോളി, ചോദിച്ചോളി, ഞാൻ തരാം. ഇന്ന തഫ്സീറിലുണ്ട് ഞങ്ങൾ ഈ പറഞ്ഞ അർത്ഥം എന്ന് പറഞ്ഞോളി. ഇല്ലാതെ അള്ളാഹിന്റെ ഖുർആൻ ഓതുക, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് ഓതുക, എന്നിട്ട് എന്തെങ്കിലും വിളിച്ചു പറയും.